Hello friends, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഒരു ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. ഇതിനു മുമ്പ് നമ്മളിട്ട ജൂപ്പിറ്ററിന്റെ വീഡിയോക്ക് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ജൂപ്പിറ്ററിന്റെ മറ്റൊരു വീഡിയോ കൂടി ഇടുന്നത്. ഇതിൽ നമ്മൾ ജൂപ്പിറ്ററിന്റെ സമയം, ഈ സമയം എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിന് മനസ്സിലാക്കാൻ നമ്മൾക്ക് ആകെ ഒരൊറ്റൊരു ബട്ടൺ മാത്രമേ TVSന്റെ ജൂപ്പിറ്ററിന് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഓരോ വട്ടം പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിപ്പം ഓഡോമീറ്റർ വണ്ടി എത്ര മൊത്തം കിലോമീറ്റർ ഓടി എന്നുള്ള കണക്ക് ഇവിടെ കാണാം. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രിപ്പ് എ. സാധാരണ ഞാനിത് ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോഴാണ് റീസെറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് ഇത് 2000 കിലോമീറ്റർ ഞാൻ വീണ്ടും ഓയിൽ ചേഞ്ച് ചെയ്യും, എന്നിട്ട് അത് റീസെറ്റ് ചെയ്യും. ഇത് ഞാൻ ഓരോ തവണ പമ്പിൽ കയറിയിട്ട് ട്രിപ്പ് ബി, ഞാൻ ഓരോ തവണ പമ്പിൽ കയറിയിട്ട് നമ്മൾ എണ്ണ അടിക്കുമ്പോഴും ഞാനിത് റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒരു ലിറ്ററിന് എത്ര, അല്ലെങ്കിൽ നമ്മൾ അടിച്ച എണ്ണയ്ക്ക് എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇത് പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന ഒരു എക്കോണമിയാണ്. എങ്ങനെ നമ്മൾ എക്കോണമിയിലാണോ വണ്ടി ഓടിക്കുന്നതല്ല വ്യത്യാസമാണുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഈ വണ്ടിയുടെ സമയം ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓർക്കുക, ഈ ട്രിപ്പ് എയിലും ട്രിപ്പ് ബിയിലും വെച്ചിട്ട് നിങ്ങൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ആവും. അതുകൊണ്ട് എപ്പോഴും ഇത് ഓടോ, ഇതാ ഇവിടെ കണ്ടില്ലേ ഓടോ ഇതിൻ്റെ ഒരു സ്വിച്ച് കാണാം. ഈ ഓടോയിലിരിക്കും മാത്രമേ ഇത് പ്രസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമ്മൾ ഇവിടുന്ന് ചെയ്യാൻ പോവാണ്. ഈ 3 മണി നമുക്കൊരു 5 മണിയാക്കാം, അല്ലെങ്കിൽ 5:05 ആക്കാം. അതുപോലെ തന്നെ ഈ AM ഇതൊക്കെ മാറ്റി ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കാം. ഓക്കെ, ഇതിങ്ങനെ മിന്നി കളിക്കുന്നുണ്ടോ? അതിനുശേഷം ജസ്റ്റ് ഓരോ പ്രസ് ചെയ്യുമ്പോഴും ഈ സമയം ഇങ്ങനെ മാറും. ഒന്നുകൂടി പ്രസ് ചെയ്തപ്പോൾ 5 ആയി. എന്നിട്ട് ആദ്യം ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് ഇങ്ങനെ മിന്നി കളിക്കും. അപ്പോൾ നിൽക്കുക ഉണ്ടോ? അതിന് ഞെക്കുകയാണെങ്കിൽ ഇത് മാറും. അപ്പം 5:05 നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ആദ്യം ഒന്നുകൂടി ഞെക്കി പിടിക്കാം. അപ്പോൾ ഈ AM PM എന്നുള്ളത് മാറ്റും. നമുക്ക് ഇപ്പം വൈകുന്നേരമാണ്, അപ്പോൾ PM സെറ്റ് ചെയ്യാം. PM സെറ്റ് ചെയ്തു. ഇനി ഒന്നുകൂടി ഞെക്കി പിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് TVS ജൂപ്പിറ്ററിൽ സമയം നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഈ ട്രിപ്പ് എ, ട്രിപ്പ് ബി എന്നിവ റീസെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പ് ബി ഇത് ഞാൻ റീസെറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഞാൻ നേരത്തെ പെട്ടെന്ന് റീസെറ്റ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ കണ്ടു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ട്രിപ്പ് എ, ട്രിപ്പ് ബി കാണും. ട്രിപ്പ് ബി എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് ഇതുപോലെ കണ്ടില്ലേ, ഒരു 3 സെക്കൻഡ് അല്ലെങ്കിൽ 4 സെക്കൻഡ് പ്രസ് ചെയ്യുമ്പോഴേക്കും ഇത് റീസെറ്റ് ആവും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ട്രിപ്പ് എ അല്ലെങ്കിൽ ട്രിപ്പ് ബി റീസെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഇതിന് മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ആ ബെൽ ബൈക്കൺ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.